ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ നാട്ടിലെ ദേശീയ മൃഗത്തെ വേട്ടയാടുന്നതിനോ പിടിക്കുന്നതിനുള്ളോ അനുമതി നമുക്ക് ലഭ്യമല്ല. കാരണം അവ എണ്ണത്തിൽ വളരെ കുറവ് മാത്രമാണ്. വളരെ വംശനാശം നേരിടുന്ന ഒന്നാണ് അത്. എന്നാൽ ഓസ്ട്രേലിയയിലെ അവസ്ഥ ഇതല്ല. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമായ കങ്കാരു ഏകദേശം 30 ദശലക്ഷത്തോളം എണ്ണം ഉണ്ട് എന്നാണ് അവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിലെ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, മരുഭൂമികൾ പോലും ഈ കങ്കാരുവിൻ്റെ ആവാസ മേഖലകളാണ്. കങ്കാരുക്കൾ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും എങ്കിലും വിവിധ വർഗങ്ങളിലുള്ള കങ്കാരുകൾ ഇന്ന് ഓസ്ട്രേലിയയിൽ നിലവിലുണ്ട്. മറ്റ് ഏതൊരു ജീവിയേക്കാളും കുറഞ്ഞ ജലത്തിൽ ഇവയ്ക്ക് ജീവിക്കുവാൻ സാധിക്കും. ഒരു പശുവിന് ഒരു ദിവസം 80 ലിറ്റർ ജലം വരെ ആവശ്യമുണ്ടാകും. ഒരു ആടിന് ഒരു ദിവസം 11 ലിറ്റർ വെള്ളം വേണ്ടിവരും. എന്നാൽ ഒരു കങ്കാരുവിന് ജീവിക്കുവാനായി ഒരു ദിവസം 1.5 ലിറ്റർ വെള്ളം മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ മരുഭൂമികളിൽ പോലും ഇവ വളരെ വേഗത്തിൽ വളർന്ന് കൂടുതൽ എണ്ണം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. വളരെ വേഗത്തിൽ ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നത് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെ അവ ക്രമാതീതമായി വളർന്നാൽ അത് ആ രാജ്യത്തെ മറ്റ് മൃഗങ്ങളുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ചേക്കാം. ചിലപ്പോൾ അവ ഇല്ലാതാവുകയും ചെയ്യും. ചിലപ്പോൾ ഈ രാജ്യത്തെ മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയാകുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആ രാജ്യത്ത് ക്രമാതീതമായ ഇവയുടെ പെരുപ്പം തടഞ്ഞ് ഇവയുടെ എണ്ണം ക്രമീകരിക്കുന്നു. കങ്കാരുവിൻ്റെ ഇറച്ചി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതീവ രുചികരവും ഒട്ടനവധി ഗുണങ്ങളും ഹൈ പ്രോട്ടീൻസും അടങ്ങിയതാണ് ഇവയുടെ ഇറച്ചി. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും വിവിധ രൂപത്തിലുള്ള അനേകം രുചികരമായ വിഭവങ്ങൾ ഇവ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് കങ്കാരുവിൻ്റെ ഹാർവെസ്റ്റിംഗ് രീതികൾ എന്ന് നോക്കാം. കങ്കാരുകളെ പിടിച്ചെടുക്കുന്നതിന് ഓസ്ട്രേലിയയിൽ നിയമപരമായി പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് രാത്രിയിലാണ് ഇവയെ വേട്ടയാടി പിടിക്കുന്നത്. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക ലൈസൻസ് ഉള്ള ആളുകൾ മാത്രമേ ഇവയെ വേട്ടയാടുവാൻ പാടുള്ളൂ. കൂടുതൽ ഇറച്ചിയുള്ള കങ്കാരുക്കൾക്ക് ഭാരം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ വാഹനങ്ങളിലേക്ക് കയറ്റുന്നതിന് വേണ്ടി പ്രത്യേക രൂപകൽപ്പന ചെയ്ത റോപ്പ് സംവിധാനങ്ങൾ ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ അകലെ നിന്ന് തോക്കുകൾ ഉപയോഗിച്ചാണ് ഇവയെ വേട്ടയാടി പിടിക്കുന്നത്. തോക്ക് ഉപയോഗിക്കാൻ കഴിവുള്ള അതീവ പരിചയസമ്പന്നരായ ആളുകളെ മാത്രമാണ് ഇതിനായി നിയോഗിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിലവിൽ 2 മില്യൺ ആളുകൾ ഇവയെ പിടിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്ര അധികം പിടിച്ചിട്ടും ഇവയുടെ വളർച്ചയെ ഇത് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം കങ്കാരുക്കൾ ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. 2 വർഷത്തിനുള്ളിൽ ഇവയുടെ എണ്ണം 5 ദശലക്ഷം കവിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോഴേക്കും വേട്ടയാടപ്പെട്ട കങ്കാരുക്കളുമായി വാഹനം ഇവയെ പ്രോസസ് ചെയ്യുന്ന ഫാക്ടറികളിലേക്ക് എത്തുന്നു.
ഓരോ ദിവസവും അവർ വേട്ടയാടി പിടിക്കുന്ന കങ്കാരുക്കളുടെ എണ്ണം കൃത്യമായി സർക്കാരിലേക്ക് അറിയിക്കേണ്ടതുണ്ട്. ഇവയുടെ കൃത്യമായ എണ്ണം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനായി വേട്ടയാടി പിടിക്കപ്പെടുന്ന ഓരോ കങ്കാരുവിൻ്റെയും ദേഹത്ത് പ്രത്യേക രീതിയിലുള്ള ബാർകോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓസ്ട്രേലിയയിൽ ഏകദേശം 30 ദശലക്ഷം കങ്കാരുക്കൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ വർഷവും ഇവയെ പിടിക്കുന്നതിൻ്റെ പരിധി 10% മുതൽ 20% വരെയാണ്. ഓസ്ട്രേലിയയിലെ ആളുകൾക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് കങ്കാരു എങ്കിലും ഇവയുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ ഒന്നും തന്നെ ഇവർ ഭക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്ത് മീറ്റ് മാത്രമാണ് ഈ ഫാക്ടറികളിൽ എത്തുന്നത്. മാംസം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവയെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളും ശീതീകരണ സംവിധാനങ്ങൾ ഉള്ളതായിരിക്കും. ഫാക്ടറിയിൽ എത്തുന്ന കങ്കാരുക്കളുടെ ബാർകോഡുകൾ വീണ്ടും ചെക്ക് ചെയ്ത് രജിസ്റ്ററിൽ സൂക്ഷിക്കും. നമ്മുടെ നാട്ടിൽ മീറ്റ് ലഭിക്കുന്ന കടകൾ പോലെയല്ല ഓസ്ട്രേലിയയിൽ കങ്കാരുവിൻ്റെ മീറ്റ് ലഭ്യമാകുന്നത്. ഈ ഫാക്ടറിയിൽ പ്രോസസ്സിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ പോലും പ്രത്യേക സംവിധാനങ്ങളിലൂടെ അണുവിമുക്തമാക്കിയ ശേഷം മാത്രമാണ് ഫാക്ടറികൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഫാക്ടറികൾക്കുള്ളിൽ വിവിധ റോപ്പുകളിൽ തൂങ്ങിക്കിടക്കുന്ന കങ്കാരുവിൻ്റെ മീറ്റ് വിവിധ മെഷീനുകളും കത്തികളും ഉപയോഗിച്ച് വേർപെടുത്തി എടുക്കുന്നു. ഓരോ കങ്കാരുവിൻ്റെയും ഇറച്ചിയിലെ കൊഴുപ്പിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ കങ്കാരുക്കളുടെ മീറ്റ് എടുക്കുമ്പോൾ അവയിലെ കൊഴുപ്പിൻ്റെ അളവ് പ്രത്യേകം പരിശോധിച്ച് അവ പാക്കറ്റുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കാള ഇറച്ചിയോട് സമാനമായി തോന്നും എങ്കിലും മറ്റ് ഏതൊരു ജീവിയേക്കാളും പേശിബലം വളരെ കൂടുതലാണ് കങ്കാരുവിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇവയുടെ മാംസത്തിന് ഉയർന്ന ഗുണനിലവാരമാണ് ഉള്ളത്. കങ്കാരുവിൻ്റെ ഇറച്ചി നമ്മളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല പാരിസ്ഥിതിക പ്രവർത്തകരും ഇതിന് എതിരായി രംഗത്ത് വന്നേക്കാം. എന്നാൽ ഓസ്ട്രേലിയയിലെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിനും മറ്റ് മൃഗങ്ങൾ നിലനിൽക്കുന്നതിനും ഇവയുടെ എണ്ണം ക്രമീകരിക്കേണ്ടതുണ്ട്. അതീവ രുചികരമായ ഇവയുടെ ഇറച്ചി ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ ഏകദേശം 60ഓളം രാജ്യങ്ങളിലേക്ക് ഇവ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഇറച്ചി ഒരു തരത്തിലുള്ള ബാക്ടീരിയകളോ ഫംഗസുകളോ വരാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാക്കിംഗ് സംവിധാനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പ്രത്യേകം പാക്ക് ചെയ്ത ഇറച്ചികൾ ശീതീകരണ സംവിധാനമുള്ള വാഹനങ്ങളിൽ കയറ്റി എയർപോർട്ടുകളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നും ഒട്ടും താമസിയാതെ തന്നെ വിവിധ ഫ്ലൈറ്റുകളിൽ കയറ്റി വിവിധ രാജ്യങ്ങളിലേക്ക് പറക്കുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിൽ വളരുന്ന കങ്കാരുവിൻ്റെ അതീവ രുചികരമായ ഇറച്ചി ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നു. അതീവ രുചികരമായ ഇറച്ചി മാത്രമല്ല കങ്കാരുവിൽ നിന്ന് ലഭിക്കുന്നത്, ഇവയുടെ തോലിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഷൂകളും ഗ്ലൗസുകളും ഉണ്ടാക്കുന്നുണ്ട്. കങ്കാരുവിനെ കുറിച്ചുള്ള ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.